നഗരത്തിലെ ഡോക്ടർക്ക് ഐസ്ക്രീമിൽ നിന്ന് മനുഷ്യന്റെ വിരൽ കിട്ടിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. ഐസ്ക്രീം നിർമ്മിച്ച ഫാക്ടറിയിലെ ജീവനക്കാരന്റെ വിരലാണ് ഇതെന്നാണ് പോലീസിന്റെ നിഗമനം. ഐസ്ക്രീം നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിലാണ് വിരൽ നഷ്ടപ്പെട്ടതെന്നും ഡോക്ടർ വാങ്ങിയ ഐസ്ക്രീം നിർമ്മിച്ച അതേ ദിവസമാണ് അപകടമുണ്ടായതെന്നും പോലീസ് കണ്ടെത്തി. DNA പരിശോധനയിലൂടെ മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സാധിക്കൂവെന്ന് പോലീസ് പറഞ്ഞു. ഇതിനായി സാമ്പിളുകൾ ലാബിലേക്ക് അയച്ചു. പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷമേ തുടർ നടപടികളുണ്ടാകൂ. കഴിഞ്ഞയാഴ്ചയാണ് ഓൺലൈനായി ഓർഡർ ചെയ്ത കോൺ ഐസ്ക്രീമിൽ നിന്ന് മനുഷ്യന്റെ വിരലിന്റെ കഷ്ണം കിട്ടിയെന്ന പരാതിയുമായി മുംബൈ സ്വദേശിയായ ഡോക്ടർ ഓർലെ ബ്രെൻഡർ സെറോവോ രംഗത്തെത്തിയത്. സെപ്റ്റോ ആപ്പ് വഴിയാണ് ഐസ്ക്രീം ഓർഡർ ചെയ്തത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഡോക്ടർ സെറാവോയുടെ നിർദ്ദേശപ്രകാരം സഹോദരിയാണ് ഐസ്ക്രീം ഓർഡർ ചെയ്തത്. യമ്മോ ബ്രാൻഡിന്റെ 3 കോൺ ഐസ്ക്രീമുകളാണ് വാങ്ങിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതിലെ ഒരു ഐസ്ക്രീം കഴിക്കുന്നതിന്റെ ഇടയിൽ നാവിൽ എന്തോ തട്ടിയതുപോലെ തോന്നിയതായി സെറാവോ പറഞ്ഞു. നട്ടോ ചോക്ലേറ്റോ ആയിരിക്കുമെന്ന് കരുതിയെങ്കിലും പിന്നീട് നോക്കിയപ്പോഴാണ് അത് ഒരു കൈവിരലിന്റെ ഭാഗമാണെന്ന് മനസ്സിലായത്. താനൊരു ഡോക്ടറായതിനാൽ ശരീരഭാഗങ്ങൾ ഇങ്ങനെയായിരിക്കുമെന്ന് അറിയാമെന്നാണ് സെറാവോ പറയുന്നത്. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അതിനിടയിലെ നഖങ്ങളും വിരലടയാളവും ശ്രദ്ധിച്ചപ്പോൾ അതൊരു തള്ളവിരലിനോട് സാമ്യമുള്ളതാണെന്ന് മനസ്സിലായെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞിരുന്നു. കൂടാതെ ഡോക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ യമ്മോ ഐസ്ക്രീം നിർമ്മാതാവിനെതിരെയും ഐസ്ക്രീം കമ്പനിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. യമ്മോയ്ക്ക് ഐസ്ക്രീം വിതരണം ചെയ്യുന്ന നിർമ്മാതാവിൻ്റെ ലൈസൻസ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഐസ്ക്രീം നിർമ്മാതാവിൻ്റെ പരിസരം FSSAIയുടെ വെസ്റ്റേൺ റീജിയൻ ഓഫീസിൻ്റെ ഒരു സംഘം പരിശോധിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ റെഗുലേറ്റർ അറിയിച്ചു. ഭക്ഷണപദാർത്ഥത്തിൽ ശരീരഭാഗമുള്ളത് വലിയ കുറ്റകൃത്യമാണോ എന്ന സംശയം ഉയർത്തുകയും പോലീസ് എല്ലാ കോണുകളും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സംഭവത്തോട് പ്രതികരിച്ച യമ്മോ തേർഡ് പാർട്ടി ഫെസിലിറ്റിയിലെ ഉൽപ്പാദനം നിർത്തിവെച്ചതായും പറഞ്ഞു. ഞങ്ങൾ ഈ തേർഡ് പാർട്ടി ഫെസിലിറ്റിയിൽ ഉൽപ്പാദനം നിർത്തി. ഫെസിലിറ്റിയിലും ഞങ്ങളുടെ വെയർഹൌസുകളിലും പറഞ്ഞ ഉൽപ്പന്നം ഒറ്റപ്പെടുത്തി. വിപണി തലത്തിലും ഇത് ചെയ്യാനുള്ള പ്രക്രിയയിലാണ്, കമ്പനി വക്താവ് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.